പാട്ടും ഊത്തും 5811 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഈ വയറ് കൂടുതലൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ ഈ വയറ് കുറയുന്നതിന് ഉതകുന്ന ഒരു യോഗാസനം പതഞ്ജലി യോഗയിലെ ഹഠയോഗം, പതഞ്ജലി യോഗയിലെ ഒരു യോഗാസനം പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് ഒന്നുകൊണ്ട് ഇത് മ്യൂസിക്കൊക്കെ പ്രശ്നമായിട്ട് കേൾവി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടാണ് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ വയറ് കുറയ്ക്കാനുള്ള ഈ ആസനത്തിൻ്റെ പേര് പവന മുക്താസനം എന്നാണ്. പവനൻ എന്നാൽ കാറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ പവനൻ, അപ്പോൾ അതിനുള്ള വായുവിനെ പുറന്തള്ളുക. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ വയറിൻ്റെ ഈ കനം കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശിഷ്ടമായ യോഗാസനമാണിത്. പല യോഗാസനങ്ങളും ഹഠയോഗത്തിൽ ഒരുപാട് യോഗാസനങ്ങളുണ്ട്. നമ്മളെ മെക്സെവനിലൊക്കെ ഇപ്പോൾ പോയിട്ട് ഒരുപാട് യോഗ ഒരു മൾട്ടി എക്സസൈസ് കോമ്പിനേഷനാണല്ലോ നെക്ക്. അപ്പോൾ അതിൽ കുറേ യോഗ പോസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് മഞ്ചേരിയിൽ പോയിരുന്നു. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ഒന്നും കൂടി ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് പോസ്റ്ററിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഇങ്ങനെ കിടക്കുക. ശരിക്കും കിടന്ന് ഇങ്ങനെ കിടക്കണം എന്നാണ്. കിടന്ന് എഴുന്നേൽക്കുന്നത് ഒരു പ്രത്യേകത ഉണ്ട്. എഴുന്നേൽക്കുമ്പോൾ ശരിക്കും നമ്മൾ പല ആൾക്കാരും പല രീതിയിലാണ് എഴുന്നേൽക്കുക അല്ലേ. അപ്പോൾ എഴുന്നേൽക്കേണ്ടത് ശരിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെ എഴുന്നേൽക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ വലതേ ഭാഗം ചെരിഞ്ഞ് ഈ കൈയിനൊരു സപ്പോർട്ട് കൊടുക്കുക. ഈ കൈ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് എഴുന്നേറ്റ് അപ്പോൾ ബെഡിലാണല്ലോ, ബെഡിൽ നിന്ന് അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഇരിക്കുക, കാല് തൂക്കിയിട്ട് ഇരുന്നിട്ട് അതാത് മതത്തിൻ്റെ ഇതിനനുസരിച്ചുള്ള ഒരു പ്രാർത്ഥന ചൊല്ലുക. പ്രാർത്ഥന ചൊല്ലാണ് അതിൻ്റെ ശാസ്ത്രീയമായ വശം എന്താ വെച്ചാൽ, നമ്മളുടെ തിരശ്ചീനമായി കിടക്കുമ്പോൾ ഹാർട്ടിന് കൊടുക്കുന്ന പ്രഷറിന് അത് വെർട്ടിക്കലായി നിൽക്കുമ്പോൾ കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും എഴുന്നേറ്റ് ഉടനെ നടക്കാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ശരിക്കും ഇതിലൊക്കെ മതങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തി. ആ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അപ്പോൾ ഒന്ന് ഏത് മതമാണോ ഏത് വിശ്വാസമാണോ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഒരു മിനിറ്റെങ്കിലും ഇരുന്നതിന് ശേഷം അപ്പോൾ ഹാർട്ട് റേറ്റൊക്കെ ഒന്ന് റെഡിയാവും, എന്നിട്ട് നിൽക്കുക എന്നുള്ള. അപ്പോൾ നമുക്ക് പവന മുക്താസനത്തിലേക്ക് കിടക്കാം. മലർന്ന് കിടക്കുന്നു. ഒരു സാധാരണ ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക് വിടുക. ഇനി ശ്വാസം വലിച്ചുകൊണ്ട് കാലുകൾ മടക്കുക, ഇങ്ങനെ കോർത്ത് പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മൂക്ക് മുട്ടിലേക്ക് അമർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് തല ബാക്കിലോട്ട്, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ പതിക്കുക, കാലുകൾ സാവധാനത്തിൽ തറയിലേക്ക്. അപ്പോൾ ആദ്യമൊന്നും ഈ കാലുകൾ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. സാവകാശത്തിൽ ശരിയാവും. പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടാൻ പാടില്ല കേട്ടോ. സാവകാശത്തിൽ അതിനിങ്ങനെ ഒരു കാല് വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് മെല്ലെ കൊണ്ടുപോയി വയ്ക്കാം. പിന്നെ മറ്റേ കാലും കൊണ്ടുപോയിട്ട് മെല്ലെ ഇങ്ങനെ വയ്ക്കാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. പവന മുക്താസനം. ശ്വാസം എടുത്തുകൊണ്ട് മുട്ട് പൊന്തിക്കുക, മുട്ടിനെ കോർത്ത് പിടിക്കുക, ശ്വാസം ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് തല പിന്നോട്ട്, തല പിന്നോട്ടും കാലുകളും ഈ സൈഡിലേക്ക്. ഇതൊന്ന് നോക്കാം. ശ്വാസം എടുത്തുകൊണ്ട് പിടിക്കുന്നു, ശ്വാസം വിട്ടുകൊണ്ട് തലകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് ശ്രമിക്കുക. കൈ പതിച്ച് വെച്ചുകൊണ്ട് സാധാരണ ശ്വാസം ശ്വസിക്കുക. ഇതാണ് പവനമുക്താസനം. അപ്പോൾ ഈ വയറിന് നല്ല സ്ട്രെച്ചിങ് വരുന്നതുകൊണ്ട് കുടവയറ് നന്നായിട്ട് കുറയും. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടല്ല ഉദ്ദേശിച്ചത്, ഗ്രാജ്വലി അത് കുറയും. അപ്പോൾ നല്ല ഒരു പോസ്റ്ററാണത്. അടുത്തൊരു യോഗ പോസ്റ്റർ പിന്നെ ഈ വയറ് കുറയാനുള്ള തന്നെ വേറൊരു യൂട്യൂബിൽ എൻ്റെ ചാനലിലുണ്ട്. ഭുജംഗാസനം എന്ന് പറഞ്ഞൊരു ആസനമുണ്ട്. അപ്പോൾ ആ ഭുജംഗാസനവും വയറ് കുറയാൻ വേണ്ടി നല്ലതാണ്. ഭുജംഗം എന്നാൽ പാമ്പിൻ്റെ പത്തി ഉടക്കി നിൽക്കുന്ന പോലുള്ള ഒരു പോസ്റ്ററാണ്. നമുക്ക് ശരിക്കും നിങ്ങൾ ഈ മുസ്ലിംസൊക്കെ നിസ്കരിക്കുമ്പോൾ ചെയ്യുന്ന
ഒരു പോസ്റ്റർ ഉണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് വജ്രാസനമാണ് ഈ പോസ്റ്റർ. അപ്പോൾ വജ്രാസനം വളരെ നല്ലൊരു പോസ്റ്ററാണ്. ഗ്യാസിൻ്റെ പ്രശ്നം കുറയാനൊക്കെ വജ്രാസനം നല്ലതാണ്. അപ്പോൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഇങ്ങനെ വജ്രാസനത്തിൽ ഇരുന്നിട്ട് ശശാങ്കാസനത്തിൽ ഇങ്ങനെയാണ്